ലാപ്ടോപ്പ് എടുക്കാൻ. അതിനിപ്പോ എന്താ അമ്മ? എന്താണോ? ഞാൻ വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പ്, അത് ഡേറ്റാസ് മൊത്തം അതിനകത്തല്ലേ. ഇങ്ങോട്ട് എടുത്തേ. ഞാൻ ഗെയിം കളിച്ചോട്ടെ. കളിക്കണ്ട, തന്നെ ഇങ്ങോട്ട്. ഇല്ല. തടി ഇവിടെ. ഇല്ല. ആഹാ, നോക്കിക്കോ, നിനക്ക് എത്താൻ പറ്റാത്തടത്ത് പൊക്കത്തോണ്ട് വെക്കും ഞാൻ. ഞാൻ ഇത്രയും പൊക്കത്ത് വെച്ച സാധനം നീ ഇതെങ്ങനെ എടുത്ത്? ആരാടി എടുത്തു തന്നേ? ചൂട്. കൊണ്ടുവന്നോ? അപ്പൂപ്പനൊന്നും മുട്ടായി മേടിച്ചില്ല, മറന്നുപോയി. അപ്പൂപ്പൻ അങ്ങനെ മറക്കാൻ പറ്റുമോ? അയ്യോ, 2 മുട്ടായുള്ളോ? ഇന്ന് 2 എണ്ണേ കിട്ടിയുള്ളൂ. നാളെ 15 മുട്ട അപ്പൂ മേടിച്ചു തരാം, കഴിച്ചോ. എന്തോ മനുഷ്യ നിങ്ങൾക്ക്? എന്ത് ഈ മുട്ട എല്ലാം കൂടെ കൊച്ചിന് വാങ്ങിച്ചു കൊടുത്ത് ഞാൻ അവൻ്റെ വായിരിക്കുന്ന കേൾക്കാൻ വരച്ചാൽ മതിയല്ലോ. അച്ഛാ, എന്തിനാ അച്ഛാ അവൾക്ക് മുട്ടായി മേടിച്ചു കൊടുത്തേ? നിങ്ങൾ മുട്ടായി മേടിച്ചു കൊടുത്തു, പക്ഷെ കുറച്ച് ക്വാളിറ്റി ഉള്ള നല്ല മുട്ടായി മേടിച്ചു കൊടുക്കും. ഇതൊക്കെ ലോക്കൽ മുട്ടായിയാ. ഈ പറയുന്ന നീ എന്തോ ഒരു കമ്പനിയുടെ മുട്ടയാ കഴിച്ചത്? ഒന്ന് പറഞ്ഞു തന്നേ. അത് കണ്ണി കണ്ട പെട്ടിക്കടയിലെല്ലാം കയറി മുട്ടായി കഴിച്ച് നിനക്ക് കുഴപ്പമില്ലല്ലോ, പിന്നെന്തോ ഇപ്പൊ നിന്റെ കൊച്ചിന് കണ്ണുകടി. മക്കളെ, പിള്ളേരൊക്കെ കുറച്ച് മുട്ടയൊക്കെ കഴിക്കട്ടെ, കഴിച്ച് വളരട്ടെ. ഇതിനകത്തെ കുടലിന് നല്ലതായിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ കുടലിനകത്ത് ചെല്ലുമ്പോൾ ആ വേറെ ബാക്ടീരിയ ഉണ്ടാക്കി കൊച്ചിങ്ങൾക്ക് അസുഖങ്ങളൊന്നും വരത്തില്ല. ഞാൻ മൊബൈലിനകത്ത് കണ്ടതാണ് ഡോക്ടർ പറയുന്നത്. എൻ്റെ അമ്മ ജനിച്ച് വീഴുന്ന പിള്ളേർക്ക് വരെ ഇപ്പോൾ ഷുഗറാണ്, അറിയാവോ? ഇതുകൂടെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ നമ്മൾ വരുത്തി വെക്കണോ? ഇതൊക്കെ നിങ്ങൾ എന്തു കാണിക്കുന്നേ? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ മുട്ടായി നമ്മുടെ ദിവാറിൻ്റെ കടയിൽ നിന്ന് മേടിച്ച മുട്ടായിയാ. ഇവൻ എത്ര വർഷമായിട്ട് കാണുമോ ദിവാറിൻ്റെ കടയിലെ കുപ്പിയും ആ മുട്ടായിയും ഒക്കെ? അന്നത്തെ അതേ കുപ്പി തന്നെ ഇപ്പോഴും, ഒരു മാറ്റവും ഇല്ല. പഴമ, അതാ ദിവാറിൻ്റെ കടയുടെ പ്രത്യേകത. നിങ്ങൾ 2 പേരോട് ഞാനൊരു കാര്യം പറയുമോ? ഇവിടെ കൊച്ചിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. കൊച്ചിന് ആവശ്യമില്ല മുട്ടായി മേടിച്ചു കൊടുക്കണം. അപ്പൂപ്പൻ തന്തേ അമ്മൂമ്മയും കൂടെ അവിടെ നിന്ന് മിണ്ടായിരുന്നാൽ മതി, കേട്ടോ അച്ഛാ? ഈ മുട്ടായി വലിഞ്ഞിരിക്കുന്ന. ഓ മക്കളെ, അതെന്തുവാ കണ്ണടച്ച് ചവച്ചരച്ചങ്ങ് തിന്നു ഇറങ്ങാൻ എളുപ്പമല്ലേ വിളിവിളാന്നിരിക്കുന്നേ? പല്ലിന് എല്ലിന് നല്ലതാ, കഴിച്ചോ. പല്ല് ഒട്ടണ മുട്ടായി. എന്നാ അപ്പൂപ്പ വൈകിട്ട് കളർ വെള്ളം ജ്യൂസ് മേടിച്ചേ. സർബത്ത് വെള്ളം ശംഭുവിന്റെ കടയിൽ നിന്ന് മേടിച്ച വൈകിട്ട് വാ. നിനക്ക് റോഡി? എനിക്ക് വേണ്ട തീട്ട വെള്ളവും. നിനക്ക് വേണ്ടെങ്കിൽ കൊച്ചിന് മേടിച്ചു കൊടുക്കും. ഞാൻ അപ്പൂപ്പൻ തന്തയാ, അതിന്റെ ഉത്തരവാദിത്തം. ഇതെവിടെ പോയി തൊലഞ്ഞ? കൊച്ചിനെ കൊണ്ടാ പോയിരിക്കുന്നത്. ദൈവമേ, എത്തിയാ മതിയായിരുന്നു. കണ്ണു കാണത്തില്ല. മോളെ കണ്ടോ? മോള് വെള്ളോട്ട് പോയല്ലോ. ആറൂടെ? അച്ഛൻ്റെ കൂടെ. എങ്ങനെ, കാറിലോ? സ്കൂട്ടറിൽ. അതൊക്കെ പറ. എന്തുവാ ചേട്ടാ? എന്ത് പാടി? അവനെ എന്തിനാ വിളിച്ചിരിക്കുന്നേ? ചേട്ടാ ഇങ്ങോട്ട് വന്നേ. ചേട്ടാ, അച്ഛൻ മോളെ കൊണ്ട് പോയി. എങ്ങനെയാ പോയെ? കാർ ഇവിടെ കിടപ്പുണ്ടല്ലോ. അപ്പൊ കൊച്ചിനെ സ്കൂട്ടറിൽ കൊണ്ടുപോയി? ആ, സ്കൂട്ടറിൽ പോയി. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് സ്കൂട്ടർ വിടരുതെന്ന് അച്ഛൻ്റെ കൂടെ. എന്തിനാണ് അലർന്നത്? നാട്ടുകാരെ കേൾപ്പിക്കാനോ? അങ്ങേരെ നല്ലോണൊക്കെ വണ്ടി ഓടിക്കുന്നത് അറിയാവോ? അമ്മേ, ടിപ്പറൊക്കെ വരുന്ന സമയമില്ലയോ അമ്മേ? കൊല്ലാനൊന്നും അല്ലല്ലോ കൊണ്ടുപോയത്. അയ്യോ, എന്തുവാടാ? എന്തുവാ നീ? എന്തോ ചാട്ടമായിരുന്നു. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കൊച്ചിനെ കൊണ്ടുവന്നില്ലയോ? കൊല്ലാൻ കൊണ്ടുപോയതാണോടാ എൻ്റെ കൊച്ചിനെ?
അല്ലല്ലോ തന്തേ, അത് ഓർമ്മ വേണം. കൊല്ലാതെ കൊണ്ടുവന്നു, മനസ്സിലായോ? അമ്മ, അച്ഛാ, ഞങ്ങളുടെ കഥ ഹൃദയായേനെ. എങ്ങനെയാ മോളെ? അതൊരു തമാശ. അയ്യോ, നമ്മുടെ ആ വായനശാല റോഡ് വഴി ഞാനിങ്ങനെ കറങ്ങി വരുമായിരുന്നു. വണ്ടിക്കാണെങ്കിൽ ഹോണും ഇല്ല, ബ്രേക്കും ഇല്ല, എനിക്ക് ഹെൽമെറ്റും ഇല്ല. കറങ്ങി കൊണ്ട് വന്നതും ഏറ്റത്തൊന്ന് പെട്ടെന്നൊരു ടിപ്പർ, അത് ലോഡുമായിട്ട്. ഞാൻ വിചാരിച്ചു പാറ എന്റെ മണ്ടേ വീണെന്ന്. ഇല്ലയോ മോളെ? പെട്ടെന്ന് ബുദ്ധി തോന്നി. ഞാൻ വണ്ടി ഒറ്റ വളവ്, കയ്യാലെന്ന് വണ്ടി കരണം പറഞ്ഞ് കച്ചിത്തൂറിലോട്ട്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഞാൻ നോക്കുമ്പോ വണ്ടി ഒരു കയ്യിലും കൊച്ചിന് തല എന്റെ തല ഇങ്ങനെ ഇരിക്കുക. കൊച്ച് ഇങ്ങനെ അവിടെ നേരെ റബ്ബർ തോട്ടം വഴി കറങ്ങി ഇവിടത്തെ റോഡ് പോലും കണ്ടില്ല ഞങ്ങള്. നിങ്ങൾ എന്തൊരു സാഹസികനാ! യോ, എന്തൊരു മനുഷ്യനാ! ഭാഗ്യമായിട്ടാ നിനക്ക് ഇതുപോലൊരു തന്ത കിട്ടിയത്. ഒറ്റ കയ്യിലല്ലയോ. ഗൾഫിൽ എന്തുവായിരുന്നു പണി? ഡ്രൈവിംഗ് ആയിരുന്നു, ഡ്രൈവിങ്. ഓ, എല്ലാരും നീ കൊച്ചിന്ന് തീർന്നു പോയനെ. ടിപ്പറിന്റെ ചക്രം ഞാൻ അടുത്ത് കണ്ട്. മിടുക്കി. ദേ, നിങ്ങളോട് രണ്ടുപേരോട് ഞാനൊരു കാര്യം പറയാം. ദയവ് ചെയ്ത് ഇനി എന്റെ മോളെ സ്കൂട്ടറിൽ കൊണ്ടുപോകരുത്. ഇവിടെ അവിടെ ആൾക്കാരി അത് മനുഷ്യനെ ഇവിടെ എത്തിയിരിക്കുമായിരുന്നു. നിങ്ങൾ എന്ത് തോന്നിയ ദിവസം കാണിച്ചത്? ഇവിടെ മേലെ കൊച്ചിനെ കൊണ്ട് എവിടെങ്കിലും പോയിക്കൊണ്ടോ? പിള്ളേർ എൻ്റെ നേരെ കിടന്ന് ചാടുമായിരുന്നു. കച്ചത്തൂറില്ലാതെ എന്തോ ചെയ്തേനെ? കൊച്ചിനെ വെച്ചാൽ നിങ്ങളുടെ കസർത്ത് അഭ്യാസം കാണിക്കുന്നത് റോഡില്ല. അതൊന്നും പറ്റിയില്ലല്ലോ. പറ്റിയിരുന്ന എന്തോ ചെയ്തേനെ? പോണോ പോണോ? കടുവ വാങ്ങിച്ചായിരുന്നു നിങ്ങൾ? ഈ കരണം പറഞ്ഞ ഇടയ്ക്ക് ഞാനത് മറന്നുപോയി. പോയി വാങ്ങിച്ചോണ്ട് വാ. ഇനി മേലെ കൊച്ചിനെയും കൊണ്ട് ഇവിടുന്ന് ഇറങ്ങിയേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. മോളെ, അപ്പൂപ്പ കടയിൽ പോവാ. മോള് വരുന്നുണ്ടോ? വാ 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 വാ. ടിപ്പർ നമുക്ക് ഡൈവ് ചെയ്യാം. വാ മോളെ മീനാക്ഷിയേ, ഇച്ചിരി ഉപ്പ് കൂടി നാരങ്ങ വെള്ളം എടുത്തരും കേട്ടോ. ബിപി ഇപ്പൊ ഡൗൺ ആവും. അത് ശരി, നിന്നെ ഞാൻ ഉറങ്ങാൻ കിടത്തിയല്ലേ? ഫോൺ നോക്കിക്കൊണ്ട് കിടക്കുവാണോ? എനിക്ക് ഫോൺ തന്നേ, എന്നിട്ട് കിടന്നുറങ്ങിയേ. എന്തെങ്കിലും കുലുക്കുണ്ടോ നോക്കിയേ. മതി കളിച്ചത്, കിടന്നുറങ്ങ്. ഞാൻ അപ്പൂപ്പന്റെ അമ്മമ്മയുടെ കൂടെ കിടക്കുവാ. എന്നിട്ട് വേണം അവരുടെ ഉള്ളവരുടെ ഉറക്കം കൂടെ കളയാൻ. നീ ഇവിടെ കിടന്നുറങ്ങിയാ മതി. പറ്റൂല. ഉറങ്ങ്. എന്തോ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ല അമ്മേ. എനിക്ക് അപ്പൂപ്പന്റെ അമ്മമ്മയുടെയും കൂടെ കിടക്കണം. അത്രേ ഉള്ളോ? മക്കള് വാ, അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെ കൂടെ കിടക്കാം. ഒന്നുമില്ല അമ്മ, ഇവള് ഫോൺ കാണാൻ വേണ്ടിട്ട് ചുമ്മാ പറയുവാ. അവൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഫോണൊന്നും കാണത്തില്ല. അവക്കേ നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കും, ദൈവത്തിൻ്റെ കഥകളെ. അവിടെ അച്ഛനെ എങ്ങനെ ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നത്? ഫോൺ കാണിച്ചിട്ടായിരുന്നോ? മക്കള് വാടി, അപ്പൂപ്പൻ്റെ അമ്മയുടെ കിടക്കാം. നിങ്ങൾ ലൈറ്റ് അടച്ചിട്ട് കിടന്നോ. എൻ്റെ അപ്പൂപ്പ, കൊച്ചുമോള് വന്ന് വേണ്ടേ, ആ ഫോണൊന്ന് മാറ്റി വെച്ചേ. അവൾ നമ്മളിവിടെ വന്നതേ കഥ കേൾക്കാനാ. വാ. അയ്യടാ, നമുക്ക് എന്ത് കഥ കേൾക്കണ്ടേ? കൃഷ്ണന്റെ. ആ, കൃഷ്ണൻ പണ്ട് കാളന്തി പോയ കഥ അപ്പൂപ്പൻ പറയാം. കാളയോ? കാളന്തി. ഉറങ്ങരുത് കേട്ടോ. ആ കേട്ടോ. കാളന്തി എന്തുവാ? കാളന്തി എന്ന് പറയുന്ന ഒരു നദിയാ മക്കളെ. അവിടെ കൊടൂരനായ ഒരു സർപ്പം ഉണ്ടായിരുന്നു. നീ കേൾക്കുന്നുണ്ടോ? കേട്ടോ, ഉറങ്ങാവൂ. സർപ്പം എന്ന് വെച്ചാൽ 10 തലയുള്ള സർപ്പം, കാളകൂട വിഷമുള്ള സർപ്പം. കൊച്ചെന്തിയേ? അവൾ അപ്പൂപ്പന്റെ അമ്മയുടെ മുറിയിലോട്ട് പോയി. നീ പോയി നോക്കി ചെല്ലേ. ഓ, 3 ആ, നെക്സ്റ്റ് വേർഡ് എഴുത്. എലിഫന്റ്. എലിഫന്റിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്തുവാ? ഇ. എന്തോ എവിടെ പഠിപ്പിക്കുമായിരുന്നു അച്ഛാ. നീ കൊച്ചിനെ അടിച്ചോ? ആ, ചെറുതായിട്ടൊരെണ്ണം കൊടുത്തു. ആ കാർ പോർച്ച് എന്നാ കേൾക്കാൻ ശബ്ദം. മോൾ കരച്ചിൽ നിർത്ത്.
പിള്ളേരെ പഠിപ്പിക്കേണ്ടതേ ഇങ്ങനൊന്നും അല്ല. അടിച്ചല്ല പഠിപ്പിക്കേണ്ടത്, അതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. മോളൊരു കാര്യം ചെയ്, ഇനി വാ, അപ്പൂപ്പൻ പഠിപ്പിക്കാം. അച്ഛാ അവക്ക് നാളെ എക്സാമാ, ഇങ്ങനെ ഇരുത്തി പഠിച്ചാലേ അവള് പഠിക്കത്തുള്ളൂ. IASനൊന്നുമല്ലോ പഠിക്കുന്നത്, എക്സാം. മോള് വാ മോളെ, അപ്പൂപ്പൻ പഠിപ്പിക്കാം. ഡി, നീ ഇത്രയും ദേഷ്യപ്പെട്ട് ചിറങ്ങി നോക്കിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ആ മനുഷ്യൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? അതേ, വെറും മനുഷ്യനല്ല, അധ്യാപകനായിരുന്നു. ഒരുപാട് പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചതാ. പിള്ളേരെ പഠിപ്പിക്കുന്നതിന് ഓരോരോ നാക്കുണ്ട്. കാണണോ നിനക്ക് ആ നാക്ക്? ഇങ്ങോട്ട് ബാ, ഞാൻ കാണിച്ചു തരാം. പഠിപ്പിക്കുന്നത് കണ്ട് പഠിക്ക്. കാണിച്ചു തരാം. നല്ല പഠിപ്പീര്. അതെ, എന്തോ പഠിപ്പിക്കുന്നത് അറിയാമോ? ഗുരുത്വാകർഷണം. ഒരു കല്ല് മേളിലോട്ടിട്ടാൽ മേളിലോട്ട് പോകത്തില്ല, താഴോട്ടേ പോകത്തുള്ളൂ എന്ന് കൊച്ചിനെ പറഞ്ഞു പഠിപ്പിക്കുക. മനസ്സിലായോ? ബുദ്ധി. അതിനെ നാളെ അവർക്ക് ഇംഗ്ലീഷ് എക്സാം. എന്തുമായാലും പഠിപ്പിക്കുന്നുണ്ടല്ലോ, കൊച്ചു പഠിക്കുന്നുണ്ടല്ലോ, അത് മതി. ഞാനേ ഒന്നും പറയുന്നില്ല. ഈ മനുഷ്യനെ ഇന്ന് ഞാൻ മോളെ, മോക്ക് അപ്പൂപ്പൻ മേടിച്ചെന്ന അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ മേടിച്ചെന്ന കമ്മൽ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് പൊട്ടിപ്പോയി. അല്ലെങ്കിൽ ഈ 50 രൂപയുടെ കമ്മലൊന്നും പഴയ ബലമില്ല. അത് പോട്ടെ. മോളെ, മോക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരെയാ? അച്ഛനമ്മേ. മോക്ക് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ മേടിച്ചു തരുന്ന ആരാ? അച്ഛനമ്മേ. മോളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ? അച്ഛനമ്മേ. മോളെ ഉമ്മയൊക്കെ തരത്തില്ലയോ? അച്ഛനമ്മേ. അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ മോളോട് വെളിയിൽ നിന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ മോൾ എന്തോ പറയും? ആരെ ഇഷ്ടമെന്ന് പറയും? അച്ഛനമ്മ ഇഷ്ടം. അങ്ങനെ പറയരുത്. വെളിയിൽ നിന്നെല്ലാം ചോദിക്കുവാണെങ്കിൽ അപ്പൂപ്പനെ അമ്മൂമ്മയാണ് ഇഷ്ടമെന്ന് പറയണം. പറയോ? പറയോ? എന്താ പറയും? അപ്പൂപ്പനെ അമ്മൂമ്മ ഇഷ്ടമെന്ന് പറയണം. അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഇനിയും കമ്മൽ മേടിച്ചിട്ട് പൊട്ടാത്തത്. ഇത് വേറൊരു കാര്യം പറയട്ടെ. ഈ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും മോളോട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹം, അച്ഛനും അമ്മയെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ സ്നേഹം അച്ഛനും അമ്മയ്ക്കുവാ, അപ്പൂപ്പനും അമ്മയ്ക്കുവാ. അത് തന്നെ. ഇന്ന് എൻ്റെ പൊന്നുമോളെ അച്ഛനും അമ്മയും പാർക്കിൽ കൊണ്ടുപോകാൻ വിളിക്കും. പോവരുത്, അപ്പൂപ്പൻ്റെ അമ്മയുടെയും കൂടെ വരത്തുള്ളൂ എന്ന് പറയണം കേട്ടോ. നമ്മളെ അമ്പലത്തിൽ ഭജനയ്ക്ക് പോവാ. അവിടെ പായസവും കിട്ടും, പഴവും കിട്ടും. പിന്നെ അപ്പൂപ്പൻ്റെ കൂട്ടുകാരെല്ലാവരും വരുന്നുണ്ട്. അവിടെ മോളി എന്ന് പറയണം അപ്പൂപ്പനാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. വേണമെങ്കിൽ അമ്മൂമ്മയുടെ പേരൂടെ പറഞ്ഞോ. പോവല്ലേ? നീ പാർക്കിൽ പോകാൻ വരുന്നുണ്ടോ? വെറുതെ വളർത്തുന്നു, വെറുതെ സ്നേഹിക്കുക, വെറുതെ. അവളെ ആ സോയെ കാണിക്കത്തുള്ളൂ. അങ്ങനെ വളർത്തി വിട്ടേക്കുന്ന അവളെ. അതെ, സ്നേഹിച്ച കയ്യിലുള്ള 50 രൂപയും പോയി. ഭജനയ്ക്ക് പോകണ്ടായോ? ഇവിടെ ഇരുന്നാൽ മതിയോ? കൊച്ചിനെ കൊണ്ടുപോകാൻ വിചാരിച്ച നടക്കത്തില്ല. അല്ല, ഇങ്ങനെ ഭക്തിയോടെ വളർത്തണ്ടായോ എല്ലാത്തിനും. വെറുതെ എന്തോ പറ്റിയെന്ന് ഞാൻ കാണിച്ചു തരാം. അല്ലേ, ആ കൊച്ചെറിഞ്ഞ് പൊട്ടിച്ചത്. ഇത് എത്ര രൂപയുടെ സാധനമാണെന്നറിയോ? കുഞ്ഞല്ലേ, സാരമില്ല. കുഞ്ഞ് കഴിഞ്ഞ ദിവസം ഒറ്റ അടി കണ്ടി കണ്ണിന് നോക്കിയത് കാഴ്ച പോയി. കുഞ്ഞല്ലേ, സാരമില്ല. തല വെച്ചോണ്ടിരുന്നു. പറഞ്ഞ കേൾക്കത്തില്ലല്ലോ. കൊച്ചിനെ ചുമ്മാരുന്ന് പറയല്ലോ. ഇപ്പോൾ കുരുത്തം കെട്ട സാധനം. എന്തുവാ? അമ്മേ മിണ്ടരുത്, നിങ്ങൾ രണ്ടുപേരും. ഇവിടെ വരാൻ എന്നോട് പറഞ്ഞത്. അമ്മേ, മീനാക്ഷിയുടെ ഫോൺ എടുത്ത് കണ്ടോണ്ടിരിക്കുവോ? ഞാൻ പിടിച്ച് മേടിച്ചപ്പോഴത്തേക്ക് ഇവള് കിടന്ന് അലറിയിട്ട് എന്റെ കയ്യിൽ തട്ടിപ്പറിച്ച് ആ ഫോൺ തറ എറിഞ്ഞ് പൊട്ടിച്ച് ഇവള്. അമ്മേ, അമ്മയ്ക്കറിയോ ആ ഫോണിന്റെ ഗ്ലാസ് പൊട്ടി. അമ്മ, ഇൻഷുറൻസ് പോലും ഇല്ലാത്ത മൊബൈല്. അമ്മ, ഡിസ്പ്ലേക്ക് 10-18,000 രൂപയോ? കൊടുക്ക്. 1 ലക്ഷം രൂപ വിലയുള്ള ഫോണാ. നിങ്ങൾക്കറിയാവോ? ഇതെന്തുവാ നിങ്ങൾ ഈ കാണിക്കുന്നേ? എടാ അവൾ അറിയാതൊരു തെറ്റ് ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. അറിയാതല്ല, അവൾ അറിഞ്ഞോണ്ട് എറിഞ്ഞത്. ചോദിച്ചു നോക്ക്. നിക്ക് മോളെ, സംഭവിച്ചു അങ്ങനെ? ഞാൻ ജസ്റ്റ് ഒന്നെറിഞ്ഞ കുഞ്ഞ് ജസ്റ്റ് എറിഞ്ഞതല്ലേ ഉള്ളടാ.
എടാ അറിയാതെ പറ്റിയൊരു അബദ്ധമില്ലയോ അത്? അയ്യോ അപ്പൂപ്പ, ഞാൻ അറിഞ്ഞോണ്ടാ ചെയ്തേ. പൊട്ടാൻ വേണ്ടി തന്നെ അറിഞ്ഞതാ. അറിഞ്ഞോണ്ട് ചെയ്തൊരു അബദ്ധമില്ലോടാ അത്. അതെന്താ? കൊച്ചിനെ തൊട്ടു പോവരുത് നീ. നീ കൊച്ചിനെ തൊട്ടാ ഞാൻ ഇവിടെ ചത്തു വീഴും. ഈ ഫാനൊക്കെ ഇട്ട് തൂങ്ങും, മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്യും. ആഹാ, കൊച്ചുങ്ങളായി കഴിഞ്ഞാൽ തെറ്റൊക്കെ ചെയ്യും. അതിനിങ്ങനെ ശാസിക്കുമല്ല ചെയ്യേണ്ടത്. രണ്ടുപേരുടെ കൊച്ചിനെ ലാളിച്ച് അങ്ങ് വഷളാക്കുക കേട്ടോ. ഒരു കുഴപ്പമില്ല. മോൾ ഇനിയും പൊട്ടിച്ചോ കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൂപ്പ എന്നാ ഞാൻ അപ്പൂപ്പന്റെ ഫോണും പൊട്ടിക്കട്ടെ. പൊട്ടിക്കണം. അമ്മൂമ്മയുടെ ഫോൺ എടുത്ത് തരാം മോളെ. കീറി ഞാൻ എൻ്റെ അടുത്ത്. വിഷമിക്കണ്ട, അപ്പൂപ്പൻ വരട്ടെ. എന്ത് വിഷമിച്ചിരിക്കുന്നേ? കൊച്ചിന് അവന് ഒപ്പിട്ട് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. ആഹാ, കാരണം എന്തുവാ? എനിക്ക് മുട്ട കിട്ടി. മുട്ട കിട്ടിയാലെന്തുവാ? ഒപ്പിട്ട് കൊടുത്തുകൂടായോ? അണ്ടേ, നിങ്ങൾ ഈ കൊച്ചിനെ ഗ്രാമസഭയിലും പഞ്ചായത്തിലും അവിടെ എവിടെയും ചന്തയിലും തുണിക്കടയിലും ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കൊച്ചിന് മാർക്കില്ല. മനസ്സിലായോ? കൊച്ചിന്റെ പരീക്ഷ സമയത്താണ് നിങ്ങൾ ഈ നടക്കുന്നത്. ചുമ്മാ അല്ല എന്താ ഒപ്പിട്ട് കൊടുക്കാത്തത്. അതിനല്ലേ വഴക്ക് പറയുന്നത്? ആ, ഇതിപ്പോ ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമില്ലയോ? ഞാനായിട്ടങ്ങ് തീർത്തേക്കാം. ഏനെങ്കിതാ ഈ 0-ന്റെ ഇപ്പുറത്ത് 1 പൂജ്യവും പിന്നെ 1 ഇട്ടാലോ? എന്റെ പൊന്നു മനുഷ്യ, 50 മാർക്ക്. ഓ, 50 വേണ്ട, മാർക്ക് ഇരുത്തുന്നില്ല. ഒപ്പിട്ട പ്രശ്നം തീരുമല്ലോ. ഒപ്പിടാം. ആണ്ടെ നോക്കിയാട്ടെ. അപ്പൂപ്പന്റെ ഉപ്പല്ല പറഞ്ഞേ, അച്ഛന്റെ ഉപ്പ പറഞ്ഞേ. ഞാൻ ഇട്ട് എറിഞ്ഞതാ. ആഹാ, മിടുക്കി. എന്തൊരു കഴിവാ. അറിയത്തില്ല. നല്ലതാ നിങ്ങൾ രണ്ടുപേരും കാണിക്കുന്നത്. ഒരു സൈഡിൽ അപ്പൂപ്പൻ തണ്ട, ഒരു സൈഡിൽ അമ്മൂമ്മ തള്ള. രണ്ടുപേരും ഇരുന്ന് കൊച്ചിനെ ഓരോ കള്ളത്തരങ്ങൾ അങ്ങ് പഠിപ്പിച്ചോളുക. നിങ്ങൾ വന്നതിന് ശേഷം അവളുടെ സ്വഭാവത്തിന് മാറ്റമുണ്ട്. ഇനി അവളുടെ കരിയറോടെ നശിപ്പിക്കാതെ പ്ലീസ്. എന്തോ അച്ഛൻ അവള് നല്ല രീതിയിൽ പഠിച്ചോണ്ടിരുന്നതാ. അച്ഛൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതല്ലേ ആ കൊച്ചിങ്ങനെ ആയിപ്പോയത്. എടാ, പിള്ളേരാകുമ്പോ പഠിത്തം മാത്രം പോരാ, നാട്ടു പരിചയം കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് അച്ഛൻ അങ്ങനെ ചെയ്തത്. പിന്നെ മാർക്കിലാണോ എല്ലാം ഇരിക്കുന്നത്? അല്ല, എത്രത്തോളം ആൾക്കാർ വലിയ പഠിച്ച ആൾക്കാർ റോഡിൽ കൂടെ നടക്കുന്നു. അതിലൊന്നും ഒരു കാര്യവും ഇല്ല. മാർക്കിലൊന്നും ഒരു കാര്യമില്ലായിരിക്കും അമ്മേ. പക്ഷെ അവളുടെ മാർക്ക് ഷീറ്റ് കണ്ടതേ ഞങ്ങൾ രണ്ടുപേരുവാ. ഞങ്ങൾ കണ്ട് ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കണം. ഒരു കൊച്ച് അതിന്റെ അച്ഛന്റെ ഒപ്പിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. അതൊക്കെ സർവ്വസാധാരണമാ. സ്വന്തമായിട്ട് പേപ്പറിൽ നീ എന്റെ ഒപ്പിടും ഇല്ലടാ. അധിക പ്രസംഗി. സ്നേഹിക്കുന്നതിനാണ് ഈ കാണിക്കുന്നത്. കള്ളത്തരം കാണിക്കുന്ന ഈ വീട് നടക്കത്തില്ല. കൊടുക്കേട്ടാ അവന്. പിന്നെ മാറിക്കടി. കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ പ്രായമായവരെ പറഞ്ഞ് മനസ്സിലാക്കാനേ. അബദ്ധമില്ലോടാ അത്. അതെന്താ? മാർക്കിലൊന്നും ഒരു കാര്യമില്ലായിരിക്കും അമ്മേ. പക്ഷെ അവളുടെ മാർക്ക് കാണണ്ടേ. പക്ഷെ അവളുടെ മാർക്ക് ഷീറ്റ് എന്നല്ലേ? മാർക്ക് ഷീറ്റ് നാളെ ഞാൻ അടുത്തോടെ നാക്ക് നല്ലൊന്ന് പഠിച്ചു തരണം. ഓക്കെ, മണപ്പല്ല തോന്നിച്ചു. എന്തി ചേട്ടാ? അല്ല, ഒന്നുകൂടെ